അടുത്തത് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വാർത്തയാണ്, പക്ഷെ അതിനേക്കാൾ സ്മിതയ്ക്ക് ഏറെ പ്രിയങ്കരമായ ഒരു വാർത്തയായിരിക്കും തോന്നുന്നു. മഹാകവി കുമാരനാശാന്റെ ഓർമ്മകൾക്ക് ഇന്ന് 101 വർഷം. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച കുമാരനാശാൻ കാവ്യങ്ങളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്ന കാലമാണിത്. റിപ്പോർട്ട് കാണാം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതെനിക്കു നീ. അക്ഷരാർത്ഥത്തിൽ വിപ്ലവകാരിയായിരുന്നു മഹാകവി കുമാരനാശാൻ. ഇടിമുഴക്കത്തിന്റെ കരുത്തും ആശയഗാംഭീര്യവും കൊണ്ട് മലയാളി സമൂഹത്തിൽ മാറ്റത്തിന്റെ ചാലകശക്തിയായി വർത്തിച്ച വരികളായിരുന്നു മഹാകവിയുടേത്. അനീതിക്കെതിരെയും ജാതിവ്യവസ്ഥിതിയിലെ ഉച്ചനീചത്വത്തിനെതിരെയും നിർഭയം പോരാടി കുമാരനാശാൻ. പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. കാവ്യാനുഭൂതിയുടെ ഉറവ വറ്റാത്ത പ്രവാഹമായിരുന്നു ആശാന്റെ കവിതകൾ. 20-ാം നൂറ്റാണ്ടിലെ മലയാള കാവ്യശാഖയെ കുമാരനാശാനോളം സ്വാധീനിച്ച മറ്റൊരു കവിയില്ല. കില്ലില്ല ഞാൻ എൻ്റെ കാലം നയിക്കുമി പുല്ലുമാടത്തിൽ പുലയിയായ്ത്താൻ. 20-ാം വയസ്സിൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി വീണു കിടന്ന പൂവിനെ നോക്കി ആശാൻ രചിച്ച വീണപൂവ് കാവ്യജീവിത സങ്കല്പങ്ങളെ ഒരൊറ്റ ഖണ്ഡകാവ്യത്തിലൂടെ ആവിഷ്കരിച്ചു. വീണപൂവിനു പുറമെ നളിനിയും ലീലയും ദുരവസ്ഥയും കരുണയും പ്രരോദനവും ചിന്താവിഷ്ടയായ സീതയുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ച ആശാൻ ഖണ്ഡകാവ്യങ്ങൾ രചിച്ചാണ് മഹാകവിപ്പട്ടം സ്വന്തമാക്കിയത്. സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. 51-ാം വയസ്സിൽ പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലായിരുന്നു കുമാരനാശാന്റെ മരണം. കാലാതിവർത്തിയായ ആശാൻ കവിതകൾ ഒരു നൂറ്റാണ്ടിനിപ്പുറവും ആസ്വാദക ഹൃദയങ്ങളിൽ വിപ്ലവത്തിന്റെ അലകൾ ഉയർത്തുന്നു. പല ജന്തുപരീതനാമവൻ നിലകണ്ടാർദ്രതയാൽ സനാഥകൾ. റിസർച്ച് ഡെസ്ക് 24. അത്രയും വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ആശാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ പ്രസക്തമാണ്. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം. വെള്ളം മേടിച്ച് ജാതി ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചണ്ടാല ഭിക്ഷുകി അന്ന് എഴുതിയ ആശാൻ